Good morning. After completing the simple and small first chapter, we are moving into the next chapter in zoology, the second chapter. In botany, you have studied the classification of organism into various kingdom, etc. In zoology, in the chapter 2, we are discussing the classification of the animal kingdom or kingdom Animalia. So, our next chapter, the second chapter is Animal Kingdom. ആനിമൽ കിങ്ഡം. ഈ ചാപ്റ്ററിൽ എന്തായിരിക്കും നമ്മൾ പഠിക്കുക? യെസ്, ദി ഫർദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽ കിങ്ഡം. So in this chapter, this is a large chapter. We have 3 sections. 3 സെക്ഷനാണ് ഇതിനകത്തുള്ളത്. In the first section, we are discussing the basis of classification. ഒന്നാമത്തെ പാർട്ടിൽ basis of classification നമ്മൾ പഠിക്കും. In the second part, we will discuss the different phyla of this animal kingdom. രണ്ടാമത്തെ പാർട്ടിൽ ഈ ആനിമൽ കിങ്ഡത്തെ വീണ്ടും ഒരുപാട് ഫൈലയാക്കി തിരിക്കും അല്ലേ? അങ്ങനെ ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈലയെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കുക. In the last part, we are classifying the phylum Chordata into different classes. Last part, ഇതിലെ ഒരു ഫൈലം കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തെ ക്ലാസ്സുകളാക്കിയിട്ടും തിരിക്കും. In each phyla and class, we will discuss its important features with example. ഓരോ ഫൈലത്തെ കുറിച്ചും ഓരോ ക്ലാസ്സിനെ കുറിച്ചും പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും എക്സാമ്പിൾസും നമ്മൾ പഠിക്കും. അപ്പം ഇത്രയാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 2, different phyla in the animal kingdom, and 3, different classes in the phylum Chordata. നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം അല്ലേ? So welcome to the second chapter, the animal kingdom. So when we are looking around us, we can observe different types of animals with a different shape, different size, different sounds, etc. So for studying them, classification is essential. About 1 million of animal species are recorded still now. 1 മില്യണിൽ കൂടുതൽ ആനിമൽ സ്പീഷീസിനെ ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവയെ ഓരോ ടാക്സയാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് പിന്നെ ആ ക്ലാസിൻ്റെ അല്ലെങ്കിൽ ആ ടാക്സയുടെ ക്യാരക്ടേഴ്സ് പഠിച്ചാൽ ഈസിയാവും. Thus, in the first part, we are discussing the basis of classification. So the subheading is basis of classification.
although animals are highly different, they share some fundamental features. ആനിമൽസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചില ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നു. ലൈക്ക് ദി ഓർഗനൈസേഷൻ ഓഫ് സെൽസ്, the symmetry of the body, the coelomic condition of their body, etc. These fundamental characters are the basis of classification. ജീവികൾ ഷെയർ ചെയ്യുന്ന ഈ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയെ വ്യത്യസ്തമായ ഫൈലവും ക്ലാസ്സുമൊക്കെ ആയിട്ട് തിരിച്ചത്. Now we are discussing the important 6 bases of classification. ഈ ടോപ്പിക്കിൽ നമ്മൾ 6 ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദി ഫസ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓർഗനൈസേഷൻ. So in the first chapter we have discussed they have organization beyond the mixtures, that is cellular organization and more level of organization. Based on these organizations, animals are classified into different taxa. ഈ ഓർഗനൈസേഷൻ്റെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ വ്യത്യസ്തമായ ടാക്സിയാക്കി തിരിച്ചിട്ടുണ്ട്. The one level of organization is cellular level of organization. All animals coming under animal kingdom are multicellular. എല്ലാവരും മൾട്ടി സെല്ലുലാറാണ്, ഒരുപാട് സെല്ലുകൾ ഉണ്ടായിരിക്കും. In the lowermost animals, body is formed of loosely arranged cells. അതിലെ ഏറ്റവും താഴ്ന്ന ജീവികളിൽ അവരുടെ ബോഡി ഉണ്ടാക്കിയത് ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്. സെൽസ് ആർ വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. സെല്ലുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദർ ഈസ് നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ദി സെൽസ്. ദേ ആർ നോട്ട് ഗ്രൂപ്ഡ് ഫോർ ദി ഡിവിഷൻ ഓഫ് ലേബർ. Such an organism or animal in which body is formed of loosely arranged cells possess the cellular level of organization. Example is sponges. സ്പോഞ്ച് കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ സ്പോഞ്ചസിനെ കുറിച്ച് വീണ്ടും പഠിക്കും, അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. So in sponges, it is a group of simple animals, body formed of loosely arranged cells without the division of labor. This is the cellular level. Then second is tissue level of organization. എന്തായിരിക്കും? In this animal, the body consists of cells, and that cells are arranged into groups for doing some special functions. Such a group of more or less similar cells performing a particular function
ഈസ് കോൾഡ് ടിഷ്യൂ. ടിഷ്യൂ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? രണ്ട് പ്രത്യേകതയാണ് ടിഷ്യൂവിനുള്ളത്. മലയാളത്തിൽ എന്താ ടിഷ്യൂവിന് പറയുക? കലകൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രത്യേകത, ഒരു ടിഷ്യൂവിലെ സെല്ലുകളൊക്കെ ഏറെക്കുറെ ഒരേപോലെയായിരിക്കും, ഡിഫറൻസ് ആയതുകൊണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, എന്തിനാണ് അവർ ഗ്രൂപ്പ് ആയത്, ടിഷ്യൂ ആയത്? ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ് ഓർ വർക്ക് ഓർ ഫങ്ഷൻ. ഒരു പ്രത്യേക ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രൂപ്പ് ചേർന്നത്. അതിനാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. സോ ഹിയർ ദർ ഇസ് എ ഡിവിഷൻ ഓഫ് ലേബർ. അതുകൊണ്ട് സെല്ലുകൾക്കിടയിൽ അവ വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ നടന്നു. ഇതിനാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയാം അല്ലേ? നമുക്കറിയാലോ, ഒരു ഫാക്ടറിയിൽ വ്യത്യസ്തമായ ജോലിക്കാരുണ്ടാവും. അതിൽ ടെക്നിക്കൽ ജോബ് ചെയ്യുന്നവരുണ്ടാവും, എൻജിനീയേഴ്സിനെ പോലെ. ദെൻ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ദെൻ ഫീൽഡ് വർക്കേഴ്സ് ഉണ്ടാവും, ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ആ ഫീൽഡ് വർക്കേഴ്സിൽ തന്നെ രണ്ടായിട്ടുണ്ടാവും, ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ടാവും. ഇതൊക്കെ ഡിവിഷൻ ഓഫ് ലേബറാണ്. ഇതുപോലെ ജീവികളുടെ ശരീരത്തിനകത്ത് സെല്ലുകൾ കൂട്ടം ചേർന്നുകൊണ്ട് പ്രത്യേകം പ്രത്യേകം വർക്ക് ചെയ്യും. അങ്ങനെയുള്ള കൂട്ടങ്ങൾക്കാണ് ടിഷ്യൂ എന്ന് പറയുക. അങ്ങനെ ടിഷ്യൂ ആയിട്ടുള്ള ബോഡിക്കാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. This type of organization can be observed in Coelenterata. ഈ ടേമുകളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ, എന്താണ് സീലൻഡറേറ്റ, എന്താണ് സ്പോഞ്ച് എന്നൊക്കെ. ഇപ്പൊ സീലൻഡറേറ്റയുടെ ബോഡി നമ്മൾ കണ്ടാൽ അവയിൽ സെല്ലുകൾ ഗ്രൂപ്പ് ചേർന്ന് ടിഷ്യൂ ഉണ്ടാവും. പിന്നെ ടിഷ്യൂ ഗ്രൂപ്പ് ചേരൊന്നുമില്ല. ഇതാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. Then third is organ level of organization. In still higher animals, different tissue join together to do a large function. ഇനി കുറച്ചുകൂടെ ഉയർന്ന ജീവികളിൽ ഒരു വലിയ ഫങ്ഷൻ നടത്താൻ ഒരു ടിഷ്യൂവിന് കഴിയൂല. അതുകൊണ്ട് രണ്ടോ മൂന്നോ ടിഷ്യൂകൾ ചേർന്നിട്ടാണ് ഒരു വർക്ക് ചെയ്യുക. അതുകൊണ്ട് ആ ടിഷ്യൂകൾ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനാണ് ഓർഗൻ എന്ന് പറയുക. സച്ച് ആനിമൽസ് whose body possess groups of tissues called organs are organ level of organization. This organ level of organization can be seen in Platyhelminthes. Platyhelminthes എന്ന് പറയുന്ന ഗ്രൂപ്പ് ജീവികളിൽ നമ്മൾ ഓർഗൻസ് കാണാൻ പറ്റും. For example, heart is an organ. That heart possesses different tissues, muscular tissue, nervous tissue, epithelial tissue, connective tissue, etc. ഈ ടിഷ്യൂകളൊക്കെ ഹാർട്ടിലുണ്ടാവും. ആ ടിഷ്യൂകളെല്ലാം ചേർന്നിട്ട് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ടിഷ്യൂവിൻ്റെ കൂട്ടം ഓർഗൻസ് ഉള്ള ബോഡികൾക്കാണ് ഓർഗനൈസേഷനാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാം. In highly complex animals, then again there is a fourth level of organization and it is called organ system level of organization. ഏതാ നാലാമത്തത്? Organ system level of organization, as in higher groups of organism. Higher groups of organismത്തിൽ വീണ്ടും ലെവൽ കൂടും. For doing a life process,
a few organs join together to form a group of organs called organ system. ചില ജീവികളിൽ ഒരു വലിയ ഫങ്ഷൻ, അങ്ങനെയുള്ള വലിയ ഫങ്ഷൻസിനാണ് ലൈഫ് പ്രോസസ് എന്ന് പറയുക. ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻ, എക്സ്ക്രിഷൻ എക്സെട്ര. ഇതിനൊക്കെയാണ് ലൈഫ് പ്രോസസ് എന്ന് പറയുക. ആ ലൈഫ് പ്രോസസ് നടത്താൻ ഒരു ഓർഗന് മാത്രം കഴിയൂല. അതുകൊണ്ട് 2-3 ഓർഗനൊക്കെ ചേർന്നുകൊണ്ടാണ് ആ ഫങ്ഷൻ നടത്തുക. അതിനാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുക. ഇഫ് ദി ബോഡി കൺസിസ്റ്റ് ഓഫ് സച്ച് ഓർഗൻ സിസ്റ്റം, then that organization is called organ system level of organization, as in higher organisms like human beings or annelids, etc. An example for organ system is excretory system. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം. That circulatory system consists of heart, it is an organ. Then blood vessels like arteries, veins, capillaries, etc. These are different organs. Then a covering pericardium, another one, which is doing the circulation process. So such a system is called organ system level of organization. When we are observing the different organ system in different animals, we can observe differences. An example is incomplete alimentary canal or incomplete digestive system. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർഗൻ സിസ്റ്റമാണ്. അതിൽ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഇൻ പ്ലാറ്റിഹെൽമിന്തസ്, that alimentary canal is incomplete because it possesses only one opening to out. അവയുടെ എലിമെന്ററി കനാലിന് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഓപ്പണിംഗ് ഈസ് കോൾഡ് മൗത്ത്. ത്രൂ ദാറ്റ് മൗത്ത് ദേ ആർ ടേക്കിംഗ് ദി ഫുഡ് ഇൻ ടു ദിയർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ത്രൂ ദി സെയിം ഓപ്പണിംഗ് ദേ ആർ റിമൂവിംഗ് ദി ഫുഡ് ഫ്രം എലിമെന്ററി കനാൽ. ആ ഒരൊറ്റ ഓപ്പണിംഗ് അതിന് മൗത്ത് എന്ന് പറയും. അതിലൂടെ തന്നെ അവ ഭക്ഷണം കഴിക്കും, അതിലൂടെ തന്നെ അവ വേസ്റ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യും. Such an alimentary canal is called incomplete alimentary canal. But in other organisms, the alimentary canal is complete alimentary canal. Complete alimentary canal. എന്താ അതിന്റെ പ്രത്യേകത? As in our case, our alimentary canal is complete alimentary canal. In Aschelminthus, the alimentary canal is complete alimentary canal, which possesses two openings. One opening at one end for taking the food or eating the food, and the other second opening on the other side for removing the undigested waste. So they have mouth for taking the food and anus for removing the waste. Such alimentary canal is called complete alimentary canal. അപ്പോൾ ഓർഗൻ സിസ്റ്റത്തിലും നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും. Another example is the open circulatory system. Open circulatory system പഠിച്ചിട്ടില്ലേ? ഉണ്ടാവും. എന്താ പ്രത്യേകത? In that circulatory system, heart pumps the blood into space present in the body, sinuses. So the internal organs are completely bathed in the blood. Blood is not flowing through vessels, blood vessels,
because they have no blood vessels. ചില ജീവികളിൽ ബ്ലഡിന് ഒഴുകാനുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഹാർട്ട് ബ്ലഡ് ബോഡിൻ്റെ ഉള്ളിലെ സ്പേസിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പം ബോഡിൻ്റെ ഉള്ളിലെ സ്പേസിലൊക്കെ ബ്ലഡ് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ആ ബ്ലഡിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കും. അങ്ങനെയുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിനാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുക. ഏതിലാണ് കാണുക? ഇൻ ആർത്രോപോഡ്സ്, ആർത്രോപോഡയിൽ, ഇൻ ഇൻസെക്റ്റിലൊക്കെ അങ്ങനെയാണ്. ദെൻ എ സെക്കൻഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. രണ്ടാമത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. എന്താ പ്രത്യേകത? ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആൾസോ. So blood is pumping by heart into vessels or tubes known as blood vessels, which may be arteries, veins or capillaries. Through that tubes blood is passing. So the internal organs are not bathed in blood. No direct connection between the internal organs and the blood. This is the closed circulatory system, as in Annelida, as in human beings, etc. So this is about the first basis of classification known as organization. So based on organization, animals are grouped into four: animals with the cellular level of organization, animals with the tissue level of organization, animals with the organ level of organization, and animals with the organ system level of organization. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവികളെ വ്യത്യസ്തമായ ടാക്സയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ. Then the second basis of classification is symmetry. ഏതാ രണ്ടാമത്തത്? Symmetry. Symmetry is a common term in maths, in chemistry, etc. Here in biology or zoology, symmetry means the arrangement of body structures around the central axis of the body. ബോഡിയുടെ സെൻട്രൽ ആക്സിസിന്റെ ചുറ്റും ഏതൊക്കെ വിധത്തിലാണ് സ്ട്രക്ചേഴ്സ്, ലെഗ്സ്, ഹാൻഡ്സ്, ഇയർ, പിന്നെ ഐസ്, എക്സെട്ര, ഇതൊക്കെ അറേഞ്ച് ചെയ്തത്, ആ അറേഞ്ച്മെന്റിനാണ് സിമ്മട്രി എന്ന് പറയുക. അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് ബോഡി സ്ട്രക്ചേഴ്സ് അറൌണ്ട് ദി സെൻട്രൽ ആക്സിസ് ഓഫ് ദി ബോഡി. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഓർഗാനിസം. ആനിമൽസിലൊക്കെ എല്ലാവരിലും ഒരുപോലെയല്ല. Based on this arrangement, the body can be divided into two similar half or cannot be divided into similar half. ഈ അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ബോഡിയെ നമുക്ക് വ്യത്യസ്തമായ വിധത്തിൽ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് തിരിക്കാൻ പറ്റും. തിരിക്കാൻ പറ്റാത്തതും ഉണ്ടാവും. ഇതിനാണ് സിമെട്രി എന്ന് പറയുന്നത്. Thus, based on this symmetry, there are different types of symmetry. Among that, one is asymmetry or asymmetric animals. Asymmetric animals. These are the animals in their body. The structures are arranged without any order. So the body cannot be divided into two equal halves by cutting through any plane. എന്താ ഈ ജീവികളുടെ ബോഡിയുടെ പ്രത്യേകത? ഇവരുടെ ബോഡിയിൽ ബോഡി പാർട്ടുകൾ ഒരു ഓർഡറും ഇല്ലാതെയാണ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഇവയുടെ ബോഡിയെ, ശരീരത്തെ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ സിമിലർ ഹാഫ് കിട്ടൂല. എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ് കിട്ടൂല. ഒന്നുകിൽ ഒരു പാർട്ടുമ്പോൾ കണ്ണുണ്ടാവും, അപ്പോൾ മറ്റേൽ കണ്ണുണ്ടാവില്ല. ഒന്നുകിൽ ചിലപ്പോൾ രണ്ട് കൈയും ഒന്നിലായിരിക്കും, മറ്റേൽ കാലേ ഉണ്ടാവുള്ളൂ. അതിന് കാരണം എന്താ?
ബോഡി പാർട്ടുകളുടെ അറേഞ്ച്മെന്റിന് ഒരു യൂണിഫോമിറ്റി ഇല്ല, സ്കാറ്റേർഡ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ബോഡിക്കാണ് അസിമെട്രിക് ബോഡി എന്ന് പറയാ. അങ്ങനെയുള്ള ആനിമൽസിനാണ് അസിമെട്രിക് ആനിമൽസ് എന്ന് പറയാം. എക്സാമ്പിൾ ഈസ് അഗെയിൻ സ്പോഞ്ചസ്. An example, sponges. So in sponges, we cannot divide the body into two equal half by cutting through any plane. Then a second one is radial symmetry or radially symmetric animals. Radial symmetry. And in radial symmetry, the body of animals can be divided into two equal half by cutting through any radial plane. അവയുടെ റേഡിയൽ ആക്സിസിലൂടെ എങ്ങനെ കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ പാർട്ട് കിട്ടും. ഇതിനാണ് റേഡിയൽ സിമെട്രി എന്ന് പറയാം. Because the body parts are arranged around the central axis uniformly. കാരണം സെൻട്രൽ ആക്സിസിന്റെ ചുറ്റും ബോഡി പാർട്സ് യൂണിഫോം ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെയുള്ള സിമെട്രിക്കാണ് റേഡിയൽ സിമെട്രി എന്ന് പറയാം. എക്സാമ്പിൾ ഈ സീലൻഡറേറ്റ. സീലൻഡറേറ്റ and Ctenophora. Two groups of organisms are radially symmetric. എന്താ പ്രത്യേകത? Like this. Suppose this is the body of an animal. ഇങ്ങനെ റൗണ്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ ഇതിന്റെ ചുറ്റുമാണ്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഈ പ്ലെയിനിൽ കട്ട് ചെയ്താലും കിട്ടും, ഈ പ്ലെയിനിൽ കട്ട് ചെയ്താലും കിട്ടും, ഈ പ്ലെയിനിൽ കട്ട് ചെയ്താലും. റേഡിയൽ പ്ലെയിനിലൂടെ എങ്ങനെ കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടും. ഇതിനാണ് റേഡിയൽ സിമെട്രി എന്ന് പറയാം. ക്ലിയർ ആയോ? an example is ഹൈഡ്ര. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഹൈഡ്ര? So this is hydra. The body of hydra can be cut into equal half by cutting through any radial plane. ഇങ്ങനെ കട്ട് ചെയ്താൽ രണ്ട് ഈക്വൽ പാർട്ട് കിട്ടും, ഇങ്ങനെ പൊളിച്ചാലും രണ്ട് ഈക്വൽ പാർട്ട് കിട്ടും, ഇങ്ങനെ ഈ ആംഗിളിലൂടെ കട്ട് ചെയ്താലും ഈക്വൽ പാർട്ട് കിട്ടും. ഇതിനാണ് റേഡിയൽ സിമെട്രി എന്ന് പറയാം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? യെസ്. Then a third one is bilateral symmetry. ഏതാ മൂന്നാമത്തത്? bilaterally symmetric animals or bilateral symmetry. ഇനി നിങ്ങളുടെ ബോഡിയുടെ സിമെട്രി എങ്ങനെയാ ഒന്ന് നോക്ക്. അസിമെട്രിക് ആണോ? റേഡിയലി സിമെട്രിക് ആണോ? എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ പാർട്ട് കിട്ടുമോ? ഓ, പലരും കട്ട് ചെയ്ത് നോക്കണ്ടല്ലോ. ഓ, ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം അല്ലേ? ഈ ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താല് സിമിലർ ഹാഫ് കിട്ടും. ഈക്വൽ ഹാഫ് എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് ഈക്വൽ ആണെന്നില്ല, സിമിലർ ഹാഫ് കിട്ടും. സച്ച് എ ബോഡി ഈസ് കോൾഡ് ബൈലാറ്ററലി സിമെട്രിക് ആനിമൽ. അപ്പൊ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? Bilaterally symmetric animals are the animals in which their body can be cut into two equal half by cutting through a single plane. ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രം കട്ട് ചെയ്താൽ രണ്ട് ഈക്വൽ പാർട്ട് കിട്ടുകയാണെങ്കിൽ അതിനാണ് ബൈലാറ്ററലി സിമെട്രിക് എന്ന് പറയാം. ഉദാഹരണമായിട്ടിത് നേരത്തെ ഇതിന്റെ ക്യാപ്പില്ലായിരുന്നു, ഇപ്പൊ ഞാൻ ക്യാപ്പ് ഇട്ടു. എന്താ ക്യാപ്പിന്റെ പ്രത്യേകത? ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ഇതിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് കിട്ടണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണം? ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുമോ? കിട്ടില്ല. ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുമോ? കിട്ടില്ല. ഈ
ക്ലിപ്പിന്റെ സെന്ററിലൂടെ എങ്ങനെ മാത്രം കട്ട് ചെയ്താലേ ഈക്വൽ പാർട്ട് കിട്ടുള്ളൂ. ഇതിനാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുക. ദിസ് ബൈലാറ്ററൽ സിമെട്രി ഈസ് ഡ്യൂ ടു ദി അറേഞ്ച്മെന്റ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓർ ബോഡി പാർട്സ് ഓൺ ദി ടു സൈഡ് ഓഫ് സെൻട്രൽ ആക്സിസ്. സെൻട്രൽ ആക്സിസിന്റെ രണ്ട് സൈഡിലും ബോഡി പാർട്സ് അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബൈലാറ്ററൽ സിമെട്രി കിട്ടുന്നത്. For example, human beings. Another example. What about fish? Fish, bilateral symmetry. What about snake? Bilateral symmetry. What about birds? Bilateral symmetry. So all higher organisms or animals are bilaterally symmetric. Like പ്ലാറ്റിഹെൽമിന്തസ് മുതൽ മേലോട്ടുള്ള ജീവികളൊക്കെ ബൈലാറ്ററലി സിമെട്രിക് ആയിരിക്കും. ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് ദി സെക്കൻഡ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് സിമെട്രി. ദിസ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ് അറൌണ്ട് ദി സെൻട്രൽ ആക്സിസ് ഓഫ് ബോഡി. സോ ദി ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു ഈക്വൽ ഹാഫ്സ് ഓർ നോട്ട്. And based on that symmetry, there are three groups of animals. They are asymmetric animals, radially symmetric animals, and bilaterally symmetric animals. Generally, bilaterally symmetric animals possess an anterior end and a posterior end. Bilaterally symmetric animals ഇങ്ങനെ മൂവ് ചെയ്തു പോകും അല്ലേ? അവ ഏത് സൈഡിലേക്കാണോ അവ മൂവ് ചെയ്യുന്നത് ആ എൻഡിന് ആന്റീരിയർ എൻഡ് എന്ന് പറയാം. അവിടെ ആയിരിക്കും മിക്കവാറും ഹെഡ് ഉണ്ടാവുക. ഹെഡുള്ള പാർട്ടിലേക്കാണ് ജീവികളൊക്കെ മൂവ് ചെയ്ത് പോവുക. നമ്മൾ മാത്രമാണ് ഇങ്ങനെ നേരെ നിൽക്കുന്നത് കൊണ്ട് ഹെഡ് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ജീവികളൊക്കെ ഹെഡ് ഏത് അറ്റത്താണോ ആ അറ്റത്തേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ആന്റീരിയർ എൻഡ് എന്ന് പറയും, അതിൻ്റെ ഓപ്പോസിറ്റിന് പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയും. ദേ ഹാവ് എ വെൻട്രൽ സൈഡ് ആൻഡ് എ ഡോർസൽ സൈഡ്. അതുപോലെ ബൈലാറ്ററലി സിമെട്രിക് ആനിമൽസിന് ഒരു ഫ്രണ്ട് സൈഡ് ഉണ്ടാവും. ഇതിന് വെൻട്രൽ സൈഡ് എന്നാ പറയാ. ദി സൈഡ് വിച്ച് ഈസ് ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ദി എർത്ത്. എർത്തിനോട് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ട് വെൻട്രൽ സൈഡ്. ദി പാർട്ട് വിച്ച് ഈസ് ഡയറക്റ്റിംഗ് ടു സ്കൈ, ഇറ്റ് ഈസ് കോൾഡ് ഡോർസൽ സൈഡ് ഓർ ബാക്ക് സൈഡ്. രണ്ടാമത്തത് ബാക്ക് സൈഡ്. ഇങ്ങനെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഉണ്ടാവും. ആൻഡ് അഗെയിൻ ദേ ഹാവ് എ റൈറ്റ് സൈഡ് ആൻഡ് എ ലെഫ്റ്റ് സൈഡ്. അവർക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ ഉണ്ടാവും. ബട്ട് ഇൻ റേഡിയലി സിമെട്രിക് ആനിമൽസ് ദർ ഈസ് നോ ഫ്രണ്ട് ബാക്ക്. ദർ ഈസ് നോ റൈറ്റ് ലെഫ്റ്റ്. There is no ventral or dorsal, but they have two ends. One, the end where mouth is present, known as oral end, and the opposite one is called aboral end. So this is about the symmetry. Clear idea? Okay.